അപ്പോൾ പിന്നെന്തേ നമ്മൾ വേഗം അവസാനിപ്പിക്കുന്നത് ചിന്തകൾ? സ്വർഗത്തെപ്പറ്റിയുള്ള ചിന്തകൾ എവിടെയാണ് വേഗം അവസാനിച്ചത്? സ്വർഗത്തെപ്പറ്റി ചിന്തിക്കാനാ സ്വർഗത്തിലെത്തിയാ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കലാണോ? അത് ചിന്തിക്കേണ്ട ആവശ്യമല്ല. അതെല്ലാം അവിടെ ചെന്നാൽ മനസ്സിലായിക്കോളും. അവിടെ ചെന്നപ്പോ എങ്ങനെയാ കള്ളു കുടിക്കുക, എങ്ങനെയാ പാല് ആ തേന് ഒഴുകുന്ന പുഴ എന്നാണ്, എങ്ങനെയാപ്പ ഈ കാലിന്റെ ഞരമ്പിന്റെ വെളുപ്പ് കാണുന്ന പെണ്ണുങ്ങൾ തന്നെ, അത് ഇവിടെ ഒരു സുഖമല്ലല്ലോ. അവിടെ ഇപ്പൊ എങ്ങനെയാ അത് വലിയ സുഖമായി വരുന്നത്? എങ്ങനെയപ്പ ഈ ഹൂർലിങ്ങൾ, എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ ഖുർആനിൽ എന്ന് ചിന്തിക്കാനാ? അല്ല. പിന്നെയോ അവിടെ എത്താൻ മലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ സമീഉൻ വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ആളും മനസ്സിൽ ചിന്തിക്കുക പോലുമില്ലാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, ചിന്തിക്കാൻ സാധിക്കുക പോലുമില്ലാത്ത ഒരു സംഗതിയാണ് അവിടെ വരാൻ പോണത്. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനല്ല, നരകത്തിൽ എത്തിയപ്പോ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാനല്ല, എത്താതിരിക്കാൻ, ഇവിടെ എത്താൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനാണ് ബുദ്ധിയിൽ. അപ്പൊ നമുക്ക് ബുദ്ധിയുണ്ടോ? അപ്പൊ എത്ര സമയം ചെലവഴിക്കണം ഇതിനു വേണ്ടി? എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണം? എത്ര സമയം ചെലവഴിച്ചാലാണ് മതിയാവുക? ഒരിക്കലും മതിയാവില്ല. എന്നാ പിന്നെ കിട്ടൂല, അതെന്തായാലും എത്തൂല എന്ന് പറഞ്ഞ് മൂഡൌട്ടായിട്ട് പിന്തിരിഞ്ഞു പോരലാണോ? അല്ല, ചിന്തിക്ക്, പോ, ചെയ്യ് എന്നാണ്. അല്ലാതെ പിന്മാറിപ്പോരാനല്ല, പിന്തിരിയാനല്ല ഒരിക്കലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില ഡിസ്കൗണ്ടുകളും ഓഫറുകളും സൗകര്യങ്ങളും എല്ലാം തന്നു. എന്താ? സുഖമായിട്ട് ഉറങ്ങിക്കോ, സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചോ, നല്ല വസ്ത്രം ധരിച്ചോ, നല്ല വീടുണ്ടായിക്കോ, നല്ല വാഹനം ആയിക്കോട്ടെ, നല്ല ഭാര്യ, നല്ല ഭർത്താവ് ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്.